നമസ്കാരം. PSC സ്കോറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു മുൻവർഷ ചോദ്യപേപ്പറും എൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ പറയുന്നത്. 2022 PSC നടത്തിയ പ്രിലിംസ് SSLC പ്രിലിംസ് പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറിലെ, അതായത് 53/2022 എന്ന ചോദ്യപേപ്പറിലെ പൊതുവിജ്ഞാന മേഖലയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. LDC, LGS പോലുള്ള പരീക്ഷകളിൽ മികച്ച മാർക്ക് നേടുന്നതിന് മുൻകാല ചോദ്യപേപ്പറും ഉത്തരങ്ങളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഴയകാല ചോദ്യപേപ്പർ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഇനി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇന്നാദ്യം 53/2022 SSLC പ്രിലിംസ് എന്ന ചോദ്യപേപ്പറിലെ പൊതുവിജ്ഞാന മേഖലയിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും പരമാവധി അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്ന പക്ഷം ഈ ചോദ്യങ്ങളിൽ പലതും വരുന്ന പരീക്ഷകളിൽ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് അധികം ഒന്നും കൊടുത്തിട്ടില്ല, ശരിയുത്തരം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ സൗകര്യമാണ്, കേട്ട് പഠിച്ചാൽ മതിയാവും. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. രണ്ടാമത്തെ ചോദ്യം: ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? P. വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി P. വത്സലയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി P. വത്സല. നാലാമത് ചോദ്യം: കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 2021 നിലവിൽ വന്ന നിയമസഭ 15ാമത്തെ നിയമസഭയാണ്. അതായത് ഇപ്പോൾ നിലവിലിരിക്കുന്നത് 15ാമത്തെ നിയമസഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് EOS-04. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം EOS-04 എന്നുള്ളതാണ്. ആറാമത്തെ ചോദ്യം: 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ K. കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാനാണ് K. കസ്തൂരിരംഗനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ. അത് തിരിച്ച് മറ്റൊരു രീതിയിലും ചോദിക്കാം. എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം K. കസ്തൂരിരംഗൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 2020. ഏഴാമത്തെ ചോദ്യം: 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് താലോലം എന്ന് പറയുന്നത്. താലോലം എന്ന പദ്ധതി നിങ്ങൾ ഓർത്തിരിക്കുക. എട്ടാമത്തെ ചോദ്യം: 2020 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? P. ജയചന്ദ്രൻ. 2020 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് P. ജയചന്ദ്രൻ. മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ്. സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. JC ഡാനിയൽ ജനിച്ചത് അഗസ്തീശ്വരം, തമിഴ്നാട് സംസ്ഥാനത്തിലെ അഗസ്തീശ്വരം എന്ന സ്ഥലത്താണ് JC ഡാനിയൽ ജനിക്കുന്നത്. JC ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1992. JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1992. പ്രഥമ JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് TE വാസുദേവൻ. പ്രഥമ JC ഡാനിയൽ പുരസ്കാര ജേതാവ് TE വാസുദേവനാണ്. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് P. ജയചന്ദ്രൻ ഗായകനാണ്. ഒൻപതാമത്തെ ചോദ്യം: കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം: തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണത്. ഇന്ത്യൻ ജിയോഗ്രഫി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, പഠിക്കേണ്ട. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം, ആ പ്രദേശം എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ മനസ്സിൽ റൗണ്ട് ചെയ്ത് വെച്ചേക്കണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തര മഹാസമതലം എന്ന് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നർമ്മദ, മഹാനദി, ലൂണി, കാവേരി, ഇങ്ങനെ 4 നദികളാണുള്ളത്.
ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ലൂണിയാണ്. ഉപദ്വീപീയ, ഈ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ലൂണിയാണ്, ലൂണി. നെക്സ്റ്റ്, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി കൃഷിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പരുത്തി കൃഷിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് അനുയോജ്യമായ കൃഷിയാണ് പരുത്തി കൃഷി. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. അവിടെ ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 14 ഹിന്ദി ദിനമാണ്, 15 എഞ്ചിനീയേഴ്സ് ദിനമാണ്, 16 ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, 15 എഞ്ചിനീയേഴ്സ് ദിനം, 16 ഓസോൺ ദിനം. 14, 15, 16 ഇങ്ങനെ പഠിക്കുക. വളരെ അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളാണ്. സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, 15 എഞ്ചിനീയേഴ്സ് ദിനം, 16 ഓസോൺ ദിനം. ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മൗസിൻഡ്രം മേഘാലയയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം മേഘാലയയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് മൗസിൻഡ്രം മേഘാലയയിലാണ്. പലവട്ടം ചോദിച്ച ചോദ്യമാണ്. 2022 വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻഡ്രം മേഘാലയയിലാണ്. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കിഴക്കേ അറ്റത്തുള്ള പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് കിബിത്തു ആണ്. അരുണാചൽ പ്രദേശുള്ള കിബിത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അടുത്തത്, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏത് ചുരം? സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ, ആ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. സോജില ശ്രീനഗറിനെയും കാർഗിൽ മേഖലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. 19ാമത്തെ ചോദ്യം, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം അറിയപ്പെടുന്ന പേരാണ് ഖാരിഫ്. നമ്മൾ ഈ കൃഷിയുടെ അടിസ്ഥാനത്തിൽ 3 കാലങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് റാബി വിളകൾ, സയ്യിദ് വിളകൾ, ഖാരിഫ് വിളകൾ, ഇങ്ങനെയാണ് വിളകളെ തരം തിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലത്തെ വിളിക്കുന്ന പേര് ഖാരിഫ് കാലം എന്നാണ്. 20ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ, അതായത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയുടെ പേരാണ് NW2. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയെ വിളിക്കുന്ന പേരാണ് NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു. താൽക്കാലികമായി തിരഞ്ഞെടുത്ത അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സ്ഥിരമായൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് രാജേന്ദ്ര പ്രസാദിനെയാണ്. 46-ലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. അപ്പോൾ സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യത്തെ അധ്യക്ഷൻ. താൽക്കാലികമായി തിരഞ്ഞെടുത്ത അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. ഈ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ കൂടിയത്. നെക്സ്റ്റ്, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാകുകയും ചെയ്ത 17-കാരി മലാല യൂസഫ്സായി, പാകിസ്ഥാനി പെൺകുട്ടിയാണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാകുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായി. നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മലാല യൂസഫ്സായി ആണ്. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ്സായി ആണ്. 23ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ ഒരു വട്ടം വായിക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത്, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്.
എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം രാജ്യം തന്നെ നൽകണം. മൂന്നാമത്തേത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിട്ട് മാറി. അടുത്തത്, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇതിൻ്റെ ശരിയുത്തരം പ്രസ്താവന 1, 2, 3 ആണ്. അതായത് ഭരണഘടനയുടെ അനുച്ഛേദ 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ട രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി, അതും ശരിയാണ്. ഇത് 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. പിംഗലി വെങ്കയ്യയുടെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. അടുത്തത്, മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാം ഭേദഗതി. മൗലിക കടമകളും മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? അപ്പോൾ ദേശീയ ഗീതം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വന്ദേ മാതരമാണ് ദേശീയ ഗീതം. വന്ദേ മാതരം എഴുതിയത് ബംഗാളി കവിയാണ്, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ആനന്ദമഠമാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് വന്ദേ മാതരം. ആനന്ദമഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ചോദിക്കുകയാണെങ്കിൽ സന്യാസി കലാപമാണ്. ആനന്ദമഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സന്യാസി കലാപത്തെ പറ്റിയാണ് ആനന്ദമഠം എന്ന് പറഞ്ഞ കൃതിക്കകത്ത് പറയുന്നത്. അതിനകത്തുള്ള ഗാനമാണ് വന്ദേ മാതരം. 28, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് അയിത്ത നിർമ്മാർജ്ജനം, അത് ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് ഓർത്തു വെച്ചോളൂ. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടെ അവസാനിക്കുന്നത് അയിത്ത നിർമ്മാർജ്ജനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. 30ാമത് പറഞ്ഞ ചോദ്യം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 പ്രാചീന മലയാളം എന്ന കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ പരമഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയുടെ ബാല്യകാല പേര് കുഞ്ഞൻപിള്ള, അയ്യപ്പൻ തുടങ്ങിയവയാണ്. ഇപ്പോൾ കുഞ്ഞൻപിള്ള എന്നും അയ്യപ്പൻ എന്നും ചെറുപ്പകാലത്ത് പേരുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ ഉത്തരം ചട്ടമ്പി സ്വാമികളാണ്. അനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇവിടെ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന കൃതിയുടെ പേര് പ്രാചീന മലയാളം. പ്രാചീന മലയാളത്തിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കാൻ എളുപ്പമുള്ള 2 കൃതി കൂടി പറഞ്ഞുതരാം. പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം അല്ലെങ്കിൽ ക്രിസ്തുമത നിരൂപണം, ആദിഭാഷ. ഇത് 3 ഒരുമിച്ച് പഠിച്ചു വയ്ക്കണം, എളുപ്പമാണ്. പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ. ഈ 3 പുസ്തകങ്ങളും പല അവസരങ്ങളിലായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, ക്രിസ്തുമത ഛേദനം. ഇത് 3 എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ ശ്രദ്ധിക്കണം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രനെന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം തൃശ്ശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 നാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറമാണ്. ഈ അരുവിപ്പുറം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്താണ് അരുവിപ്പുറം. അരുവിപ്പുറം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888. മലയാള മനോരമ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത് 1888.
അരുവിപ്പുറം പ്രതിഷ്ഠ 1888. വളരെ എളുപ്പമാണ് പഠിക്കാൻ. PSC മേഖലയിൽ പുതുതായി പഠിക്കാൻ വരുന്നവർക്ക് ഏറ്റവും വർഷമൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്ന് ഈ വർഷമാണ്. ആ വർഷത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. 1888 ഒന്നെന്ന് എഴുതിയിട്ട് 3 8 ഇങ്ങനെ പ്രതിഷ്ഠ കണക്കിരിക്കുന്നുണ്ടല്ലേ, നിരന്നിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ചോദിച്ചാൽ 1888. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നാണ് അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. 1924 സവർണ ജാഥ നയിച്ചത്. എൻ്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. എൻ്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. 1924 എൻ്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് മന്നത്ത് പത്മനാഭൻ. 38ാമത്തെ ചോദ്യം, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? അല്ലെങ്കിൽ ഒന്നായിരുന്നു ഡാഷ് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും ചാന്നാർ ലഹള എന്ന് വിളിക്കുന്ന ഒരേ സമരത്തിനെയാണ്. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള. 1859 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ പ്രസിഡന്റ് ആരാ? നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റാണ് നീലകണ്ഠ അയ്യർ. നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് നീലകണ്ഠ അയ്യർ. 40ാമത്തെ ചോദ്യം, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കുറിച്യ കലാപം 1812 വയനാട് കേന്ദ്രമാക്കിയാണ് കുറിച്യ കലാപം നടന്നത്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ രാമനമ്പി എന്നുള്ളതാണ് ഉത്തരം. 1812 ആരംഭിച്ച് കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് നീലകണ്ഠ അയ്യർ. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ 152. ഗ്രാമപഞ്ചായത്ത് 941, ബ്ലോക്ക് പഞ്ചായത്ത് 152, ജില്ലാ പഞ്ചായത്ത് 14. ഇതിനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് വിളിക്കുന്നത്. ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എണ്ണം 152, ജില്ലാ പഞ്ചായത്ത് 14. ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്ത്. 14 ജില്ലയ്ക്ക് 14 ജില്ലാ പഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഇടുക്കി ജില്ല രൂപം കൊണ്ടത് 1972. 1972 റിപ്പബ്ലിക് ദിനത്തിലാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. 1972 ജനുവരി 26 ഇടുക്കി ജില്ല ഫോം ചെയ്തത്. നെക്സ്റ്റ്, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? താഴെ തന്നിരിക്കുന്നതിലാണ്. ഒരു 4 നദി താഴെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ, കബനി, പെരിയാർ, നെയ്യാർ. ഈ 4 നദികളിൽ കിഴക്കോട്ടൊഴുകുന്നത് കബനിയാണ്. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. അതിൽ 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. 44 നദികളിൽ 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട് താഴെ. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ചൂലന്നൂർ മയിൽ വളർത്തൽ കേന്ദ്രമാണ്, പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതമാണ്. ചിന്നാർ പക്ഷി സങ്കേതമല്ല, അത് വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചിന്നാറാണ്. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. ചോദ്യം പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. അതേസമയത്ത് ഉത്തരം ചിന്നാർ. ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ. കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ചിന്നാറാണ്. ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന്റെ പേര് പാമ്പാർ എന്നാണ് നദിയുടെ പേര്. പാമ്പാർ. ചിന്നാർ, പാമ്പാർ, ചിന്നാർ, പാമ്പാർ. ചിന്നാർ, പാമ്പാർ, പാമ്പാർ, ചിന്നാർ. ചിന്നാർ, പാമ്പാർ, ചിന്നാർ, പാമ്പാർ. പാമ്പാർ, ചിന്നാർ, പാമ്പാർ, ചിന്നാർ. അപ്പൊ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നത് ചിന്നാറിനെയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ്, പറഞ്ഞു നോക്കണം, പാമ്പാർ.
45ാമത്തെ ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമേത്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. 46, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. 47, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കൊല്ലം ജില്ലയിലാണ്, എല്ലാവർക്കും അറിയാം. കൊല്ലം ജില്ല 1949 ജൂലൈ 1 രൂപം കൊണ്ടത്. കൊല്ലം രൂപം കൊള്ളുന്നത് 1949 ജൂലൈ 1. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം 1978 ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളമാണ്. 1978 ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയ ഉദ്യാനം നിലവിൽ വന്നത്. ആദ്യത്തേത് ഇരവികുളമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഉദ്യാനം ഇരവികുളമാണ്. ഏറ്റവും വലിയ കേരളത്തിലെ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തര ഇരവികുളമാണ്. ആദ്യത്തേതാണ്, ഉയരത്തിലുള്ളതാണ്, വലിപ്പമുള്ളതാണ്. ആദ്യത്തേതാണ്, ഉയരത്തിലുള്ളതാണ്, വലിപ്പമുള്ളതാണ്. ഇതെല്ലാം ഇരവികുളമാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. എന്നാണ് നിലവിൽ വന്നത്? 1978. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാ? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഓപ്ഷനിലെല്ലാം 4 കായലായിരിക്കും. ശുദ്ധജല തടാകത്തിൻ്റെ ഷൂ നോക്കണം, ഉത്തരത്തിൽ ഷായി നോക്കണം. ഷാ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്ന എന്നു വരെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 1956 നവംബർ 1. അറിഞ്ഞിടത്താരും ഉണ്ടാവില്ല. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. അതിനോടൊപ്പം പഠിക്കേണ്ട ഒരു ചോദ്യം, കേരള ഹൈക്കോടതി നിലവിൽ വന്നതും ഇതേ തീയതിയിലാണ്. 1956 നവംബർ 1. കേരള ഹൈക്കോടതി നിലവിൽ വന്നതും 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നതും കേരള ഹൈക്കോടതി നിലവിൽ വന്നതും എല്ലാം ഒരേ തീയതി ആണ്. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഉത്തരം അഹമ്മദാബാദ് സമരം. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ് സമരത്തിലാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശനം 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ 1917 ചമ്പാരൻ എന്ന പ്രദേശം ബീഹാറിലാണ്. അപ്പോൾ അഹമ്മദാബാദ് സമരം ഗാന്ധിജി നടത്തിയത് 1918. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. 54ാമത്തെ ചോദ്യം, തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്. തേഭാഗ സമരം നടന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ്. അഹമ്മദാബാദ് സമരം നടന്ന വർഷം 1918. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? ഉത്തരം സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സമ്പാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? അതാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ലാഹോർ രവി നദിയുടെ തീരത്തുള്ള പട്ടണമാണ്. പാകിസ്ഥാനിലാണ് ലാഹോർ. രവി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ലാഹോർ. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോനാണ്. വല്ലഭായ് പട്ടേലിനോടൊപ്പം അല്ലെങ്കിൽ നെഹ്റുവിനോടൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി മുൻകൈയെടുത്ത അല്ലെങ്കിൽ പട്ടേലിനൊപ്പം പ്രവർത്തിച്ച മലയാളി ആരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം VP മേനോൻ എന്നുള്ളതാണ്. 58ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്.
ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രസിദ്ധമായിട്ടുള്ള വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരത്തെപ്പറ്റി പരാമർശിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഉത്തരം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് അറിയപ്പെടുന്ന പേരാണ് ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് അറിയപ്പെടുന്ന പേര് ടെറ്റനി എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. ആ വിറ്റാമിൻ കെ എന്ന് പറയുമ്പോൾ തന്നെ കട്ട എന്നോർത്തോളണം. കെ എന്ന് എഴുതുമ്പോൾ കട്ടയുടെ കെ ആണെന്ന് വിചാരിച്ചോളണം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. 64ാമത്തെ ചോദ്യം. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫിസീമ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസീമ. 1 മാർക്ക് കിട്ടും. ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് 1 മാർക്ക് കിട്ടും. മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് ആവർത്തനങ്ങളായി ഇനിയും ചോദ്യങ്ങൾ വരുന്ന പരീക്ഷകളിലും ചോദിക്കും. അപ്പോൾ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസീമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ആ അവയവദാനം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം നോക്കണം. അതിനകത്ത് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ഉത്തരം അക്ഷയയാണ്. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് അക്ഷയയാണ്. മറ്റു 3 ഓപ്ഷനുകൾ നോക്കുക. എയും ബിയും ഡിയും തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര എന്നൊക്കെ പറയുന്നത് തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. ചന്ദ്രലക്ഷയും ലക്ഷഗംഗയും ചന്ദ്രശങ്കരയെല്ലാം തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. സങ്കര ഇനം അല്ലാത്തത് അക്ഷയയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ടയുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. അത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. ബേക്കൽ കോട്ട കേന്ദ്ര തോട്ട അങ്ങ് പഠിക്കണം. ബേക്കൽ കോട്ട എവിടെയാണോ അവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത്. അപ്പോൾ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവും കാസർഗോഡ് ജില്ലയിലാണ്. നോക്കൂ, 14 ജില്ലകളിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള ജില്ല കാസർഗോഡാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ചോദിക്കണമെങ്കിൽ കാസർഗോഡാണ്. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല ഫോം ചെയ്തത്. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ഡാഷ്. സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരെന്ന് ചോദിച്ചാൽ സസ്യബുക്കുകളാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22-ആണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പീക്കോ പ്രസ്ഥാനം. അപ്പീക്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഉത്തരം കർണാടക. അപ്പീക്കോ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതെന്ന് ചോദിക്കാം. 1983. അപ്പീക്കോ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാം. അത് വനങ്ങളുടെ സംരക്ഷണമാണ്. നോക്കൂ, ഒരു ചോദ്യത്തിനുള്ളിൽ തന്നെ മറ്റെത്ര ചോദ്യങ്ങളുണ്ടെന്ന്. വനങ്ങളുടെ സംരക്ഷണത്തിനാണ് അതിൻ്റെ ലക്ഷ്യം. 1983-ലാണ് അത് രൂപീകരിച്ചത്. അത് കർണാടകത്തിലാണ് ആരംഭിച്ചത്. ഏത്? അപ്പീക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് കർണാടകത്തിലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക അറ്റോമികം? ഉത്തരം ഹീലിയം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏക അറ്റോമികം എന്ന് പറയുന്നത് ഹീലിയമാണ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ആ ഹേമറ്റൈറ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഹേമറ്റൈറ്റ് എന്ന് എഴുതിയിട്ട് അതിലേക്ക് നോക്കിയേ. ഹേമ എന്ന് കണ്ടോ? ഹേമറ്റൈറ്റിൻ്റെ ഹേമയിൽ ഹേ എന്ന് പറഞ്ഞാൽ ഹേമറ്റൈറ്റ്, അടുത്ത് ഹേമയുടെ മാ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈറ്റ്. ഒരൈര് പഠിച്ചാൽ മതി. അതിനകത്ത് 2 അയിര് ഇരിപ്പുണ്ട്. ഒന്നാമത്തെ അക്ഷരം ആദ്യത്തെ അയിരും രണ്ടാമത്തെ അക്ഷരമായ മാ രണ്ടാമത്തെ അയിരും. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഉത്തരം നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ
അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ നൈട്രജൻ എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഉത്തരം നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. അടുത്ത ചോദ്യം, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി ആയിരിക്കും. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് യുറാനസ് ആയിരുന്നു എന്നുള്ളതാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതെന്ന് ചോദിച്ചാൽ LPG. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം LPG ആണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനമാണ്. ഈ 80 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. 80 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാനുണ്ടായിരുന്നത്. ഈ 80 എണ്ണം ഒരു തവണ കേട്ടാൽ തന്നെ പരമാവധി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കേൾക്കാം. താങ്ക് യു.